ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തമിഴ്നാട്ടിൽ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതെ, നമ്മൾ പാലക്കാട് നമ്മൾ ഇറങ്ങിയത് ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഏകദേശം നമ്മളെ വണ്ടിയിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ദൂരം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അണ്ണേ ഇതിൻ്റെ പ്ലേസിൻ്റെ നെയിം എന്നാ? മാട്ലാമ്പട്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി മാട്ലാമ്പട്ടി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ആ 12 മണി ആയപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി. അതുപോലെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു ധാബയുണ്ട്. ആ ധാബയിൽ നിന്ന് നമ്മൾ ബിരിയാണി വാങ്ങിയിട്ടാണ് കഴിച്ചത്. അതിനുശേഷം ഇവരോട് ചോദിച്ചപ്പോൾ നല്ല ആൾക്കാരോട്ടെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അവിടെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമുണ്ട്, ടെൻ്റ് അടിച്ചോളൂ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ ടെൻ്റ് അടിക്കാൻ സമ്മതിച്ചു. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 40-50 സ്പീഡായിരുന്നു. അതിൽ കൂടുതൽ പോവാം. പക്ഷേ നമ്മൾ സേഫ്റ്റി ഗിയർസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ തന്നെ ഓൺ റിസ്ക്കിലാണ് ഓടുന്നത്. അപ്പോൾ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളിന്ന് സ്റ്റേ ആണ്. അതിനുശേഷം നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേന്ന്, അതായത് നാളെ നമ്മുടെ ജേണി റീസ്റ്റാർട്ട് ചെയ്യും. നാളെ മുതലാണ് കറക്റ്റ് സ്റ്റാർട്ട്. നമ്മളൊരു കറക്റ്റ് ടൈമിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. വെൽഡ് ചെയ്യേണ്ടി വരും, നല്ല സേഫ്റ്റി ഉണ്ടാവുള്ളൂ. ഒരു സ്പോട്ട് അടിച്ചാൽ മതി. അതോ ടൈറ്റ് നിൽക്കൂല മാൻ, അത് നിൽക്കൂല. ഒരു കാര്യം പറയട്ടെ, സ്പോട്ട് അടിച്ചാൽ റണ്ണിങ് തന്നെയാണ് അത്. സ്പോട്ട് അടിച്ചിട്ടാ പോരെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. എല്ലാവരും വണ്ടി ഉണ്ട് കേട്ടോ അതവിടെ. ആദ്യമേ തന്നെ ഞാൻ എൻ്റെ വണ്ടിയിൽ കാണിക്കാം. ഉഷാറായി എന്ന് പറഞ്ഞതാ. കേരളം മുതൽ നമ്മൾ ലഡാക്ക് വരെയുള്ള ഒരു സ്റ്റിക്കറാണ്, റൂട്ട് മാപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേ ഇവിടെ നമ്മുടെ യൂട്യൂബ് ഐ ഡിയും ഇൻസ്റ്റഗ്രാം ഐ ഡിയും പിന്നെ ഷാമിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ചാത്ത സൈക്കിൾ ബോർഡ്. വണ്ടിയൊക്കെ കട്ടുകൊണ്ട് പോകത്തെ എന്തോ ഭാഗ്യം. പിന്നെന്താ നമ്മളെ സേഫ്റ്റി പറഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ ലോക്കാണ്. വണ്ടിക്ക് വന്ന ഇഷ്യൂ എന്ന് പറയാൻ, വണ്ടി കുറച്ച് ദൂരം ഓടിയിട്ടുള്ളൂ. അപ്പോൾ വലിയ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാ ഈ ഒരു ബോർഡ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ കൈ കാണിച്ച് നിർത്തിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാ മലപ്പുറം ടു കാശ്മീർ എന്നുള്ളൊരു ബോർഡ് കാണാം കേട്ടോ. കുറേ ആൾക്കാർ, അതായത് നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് പേര് നമ്മളെ ചോദിച്ചു കാശ്മീരിലോട്ട് പോവുകയാണെന്നൊക്കെ ചോദിച്ചിട്ട്. ഒരുപാട് പേര് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ഇങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യേണ്ടത് കാണുമ്പോൾ. കാരണം നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. കാരണം നമ്മളൊരു മാസത്തെ ട്രിപ്പാണ് പോണത്. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ എങ്ങനെയായാലും നമ്മളെ അന്താന്ന് കാര്യത്തിലുള്ള അതാത് ദിവസങ്ങളിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ല്ലേ? ഫാനാണ് കേട്ടോ. ഇതാണ് ഷ്യാമിൻ്റെ വണ്ടി, RX 135. 100ആണ്. ഇത് 100ആണ് ഗൈസ്. കണ്ടോ എൻജിൻ കണ്ടോ നിങ്ങൾ? ആളെ പറ്റിക്കുന്നേ 135cc വെച്ചിട്ട്. ഇതാണ് റയാൻ ഷ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. നമുക്ക് പോകുന്ന വഴി ഒരു സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പേരെന്താണ്? ഷഫീഖ്. ഇവിടെ തന്നെ വീട്? ആ, ഞങ്ങൾ പാലക്കാട്ടിൽ ഈ പേര് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ പോട്ടാ. അപ്പോൾ നമ്മൾ പോണ വഴി നമ്മളെ പുറത്തുനിന്ന് വിളിച്ചിട്ട് നിർത്തിച്ചതാണ്. യൂട്യൂബറാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇല്ലല്ല,
മറ്റേ ജിഷ്ണു സ്റ്റാൻസ് ചാടി പോകാറില്ല. അതൊക്കെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെ കമ്പനിക്കാർ കയറ്റി തന്നാണ്. സ്ലീപ്പിംഗ് ബാഗിനുള്ളില്ല. ഇതിനുള്ള ചാടുമ്പോ വഴിക്ക് ചിലപ്പോൾ വെറുതെ ഒരു പാസ് എടുത്ത് വെച്ചാൽ മതി. വെറുതെ ഒരു ഇതൊന്നും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വലിയ ബാഗല്ലേ. എന്റെ പേരിലല്ല ഉണ്ടോ? ആർ സി ഓണർ ആണോ? അഡ്രസ് ആ അപ്പൊ കുഴപ്പമില്ല. ഇതിൽ പാക ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എടുക്കാൻ. അല്ല പിന്നെ ഡ്രസ്സ് നമുക്ക് പിന്നെ മാറ്റില്ല, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ 200 രൂപ കവർ വാങ്ങിയിട്ട് ഇത് യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ ഏതൊക്കെയാ യൂണിക്കോണോ? അപ്പാച്ചി അല്ല ആണേ. ആ ഗിയർ അറിയില്ല ഫ്രണ്ടിക്ക്. ടീ കുടിക്കാൻ വേണ്ടി അവിടെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തിയേക്കാണ്. നിങ്ങളുടെ പേരെന്നാ? കൊറോണ എടാ ടീ കടയിൽ ഒരു ചിക്കൻ ഇருக்கு. മറ്റേത് നമ്മുടെ വണ്ടി വെച്ചോ, സേഫാണ്. അല്ലേ സേഫ് അല്ല നമ്മുടെ വണ്ടി വിട്ടോ, നീ ധൈര്യം വിട്. ആരും തട്ടൊന്നുമില്ല. പിന്നെ അത് സീനില്ല. നമ്മുടെ വണ്ടി 100 കിലോമീറ്റർ അടുപ്പിച്ച് ഓടാൻ പറ്റില്ല. ഒരു 70-80 അത്രയും മാക്സിമം ഒരു 80. ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും? അല്ല ഏത് വണ്ടി 2 സ്ട്രോക്ക് ഏതും. അല്ല എത്ര കിലോമീറ്റർ ആയി? ഇതൊന്നും നോട്ട് ചെയ്തിട്ടില്ലേ? ഇപ്പൊ വന്നതിന് ശേഷം നമ്മൾ 1970 അല്ല 1720 സ്റ്റാർട്ട് ചെയ്തു. അതെ വയസ്സ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി. ഒരു 9 മണിയായപ്പോഴാണ് നിർത്തിയത്. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് പറഞ്ഞാൽ ഇതാണ് ഭക്ഷണം. എന്നെ ആഴി വന്നിട്ട് അപ്പോൾ നമുക്ക് ഇതൊരു ചിലവായിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 1345 രൂപയാണ്. ഇതിൽ പെട്രോളിന് മാത്രം നമുക്ക് ചിലവായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1270 രൂപ. അത് 500 രൂപ എനിക്ക് കൂടുതൽ അടിക്കേണ്ടി വന്നു. കാരണം മറ്റൊന്നല്ല, ഞാൻ മലപ്പുറത്ത് നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്, പാലക്കാട്ടിൽ നിന്നല്ല. അപ്പോൾ നമുക്ക് 500 രൂപയുടെ പെട്രോൾ എനിക്ക് എക്സ്ട്രാ അടിക്കേണ്ടി വന്നിട്ടുണ്ട്.
ഗൈസ് നമ്മൾ സ്ട്രെല്ലിനെ കണ്ടിട്ട് സ്ട്രെല്ലിൻ്റെ പുറകെ വെച്ച് പിടിച്ചതായിരുന്നു. അപ്പോഴാണ് നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റിൽ നമ്മൾ പിടിച്ചത്. RTPCR എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നമ്മളവിടെ പിടിച്ചു. 2 ഡോസ് വന്നാലും ഇവിടെ കൊറോണ വരുന്നുണ്ട്. അപ്പോഴത്തെ ശ്യാം അവിടെ കൗണ്ടറിൽ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എൽസൺ പുറത്താണ്. എൽസനെ പോയി ഒന്ന് വിളിച്ചിട്ട് വരണം. ചിലപ്പോ വീഡിയോയിൽ എന്തെങ്കിലും കേരള വണ്ടിയാണ്, പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പറഞ്ഞാൽ മതിയെ. എങ്ങനെയുണ്ട് കയ്യാട്ടാ? ഞാൻ പറഞ്ഞിട്ട് ചെയ്തതാ. അപ്പൊ അതൊക്കെ നമ്മള് ആന്റിജനൊക്കെ ടെസ്റ്റ് ചെയ്തു. പൊളി പൊളി എണ്ണം പോക്കണ. നേരിട്ട് കാണണം, സംസാരിക്കണം എന്നുള്ള ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു. നമ്മളിപ്പോ സ്ട്രെല്ലിനെ കണ്ടന്റ് ചെയ്യാം. പിന്നെ പറഞ്ഞു അവിടെ കഴിക്കുന്ന സമയത്ത് ഒരു സീരിയൽ പടം സ്ട്രെല്ലായിരിക്കും പറഞ്ഞായിരുന്നു ശ്യാം. അപ്പൊ ഞങ്ങള് ചാർജ് ഒന്ന് നോക്കി. ശ്യാമ പറഞ്ഞത് ശരിയായിരുന്നു. ICC ബാങ്കിലാ? ആ താങ്ക് യു. അപ്പോൾ നമ്മൾ പിന്നെ ഒരു മലയാളിനെ കണ്ടു. നമ്മൾ പോണ വഴി നമ്മുടെ ബാക്കിലൂടെ വന്നിട്ട് ഹോൺ അടിക്കാനുണ്ടായിരുന്നു. വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്, കാശ്മീർ പോകണമെന്നൊക്കെ ചോദിച്ചു. റോഡൊക്കെ കൊള്ളട്ടെ, നല്ല അടിപൊളി നൈസ് റോഡാണ്. ഇവിടുന്ന് ഈ റോട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ല മൈലേജൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 40-45 മൈലേജൊക്കെ കിട്ടുന്നുണ്ട്. അതാ ശ്യാമത മുന്നേ പോകുന്നു. അയ്യോ പിന്നെ മുമ്പി ഗൈസ് നമ്മുടെ ട്രാഫിക് പോലീസ് പൊക്കി. അതെ ലൈസൻസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി പേപ്പേഴ്സൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ഇവരിത് മാത്രമല്ല ലൈസൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 1000 rupees 1000 രൂപയാണ് ഇപ്പോൾ ഒരു വണ്ടിക്ക് ഇവർ ചാർജ് ചെയ്തത്. അപ്പോൾ എൻ്റെയും അക്ഷയുടെ വണ്ടിയാണ് സിഗ്നൽ തെറ്റിച്ചത്. ശ്യാം നേരത്തെ സിഗ്നൽ മുന്നേ തന്നെ ശ്യാം കയറി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ 2 വണ്ടിക്കാണ് ഫൈൻ വന്നത്. ഒരു വണ്ടിക്ക് 1000 രൂപ വെച്ച് 2 വണ്ടിക്ക് 2000 ഇവർ പറയണത്. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് 500 രൂപയായി. ഇനിയും കുറേ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു വണ്ടിക്ക് 500 രൂപയാണ് അവർ പറഞ്ഞത് ട്രാഫിക് തെറ്റിച്ചേനെ. 500, 2 വണ്ടിക്ക് കൂടി 1000 രൂപ. നമ്മൾ ലാസ്റ്റ് കെഞ്ചി ലാസ്റ്റ് 240 രൂപയിൽ ഒതുക്കി വിട്ടു. ഇവരെ നമ്മളടുത്ത് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ റെസിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപ അടയ്ക്കണം ഫൈന്. അതിനിപ്പോൾ റെസിപ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് ആദ്യം പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു കൈമടക്കായി തരാനായിരിക്കും. അപ്പോൾ 500 രൂപ തരാൻ പറഞ്ഞു. പിന്നെ 500 പിന്നെ ഒരുപാട് പറഞ്ഞു നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഇങ്ങനെ കേരള ടു കാശ്മീർ ട്രിപ്പ് പോകണമെന്നൊക്കെ പറഞ്ഞു. യാതൊരു വിധത്തിൽ നമ്മൾ ലാസ്റ്റ് 240 രൂപ കൊടുത്ത് സെറ്റാക്കിയാൻ വിട്ടു. തൃശ്ശൂരോ? ഞാൻ മലപ്പുറം. പാച്ച് വർക്കും കുണ്ടും കുഴിയാണ്. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് ഞാൻ മോർണിംഗിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തില്ല. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.